ഇന്റർസെക്സ് എന്ന് നിങ്ങൾ കേട്ട് കാണും. ഇന്റർസെക്സ് ആളുകൾ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം എന്നും ചോദിക്കാറുണ്ട്. രണ്ട് പദങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും മാറിപ്പോകാറുണ്ട്. ഈ ഇന്റർസെക്സ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒന്നാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ ഇന്റർസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എന്ന അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറഞ്ഞത്? കുട്ടിയുടെ ശാരീരികമായുള്ള പ്രത്യേകതകൾ നമ്മൾ നോക്കും. ആ ശരീരഭാഗങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആണ് അല്ലെങ്കിൽ പെണ്ണെന്ന് പറഞ്ഞത്. ഇൻ്റർസെക്സ് എന്നുള്ള ഒരവസ്ഥ വരുമ്പോഴില്ലേ, ശരീരഘടനയിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും സവിശേഷതകൾ ഒന്ന് ചേർന്ന് വരും. അത് പല വിധത്തിലായിരിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴേക്കും ആ കുട്ടിയുടെ പുറമേയുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് എന്ന് വേർതിരിക്കുന്നത്. ഇൻ്റർസെക്സ് ആയിട്ടുള്ള കുട്ടികളിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പുറമേയുള്ള ആ ശരീരഭാഗം ശരിയായ ഷേപ്പിലായിരിക്കില്ല. നോക്കുമ്പോൾ ആണിൻ്റെ ഒരു അവയവങ്ങളുടെ ഷേപ്പും കാണില്ല, പെണ്ണുങ്ങളുടെ അവയവങ്ങളുടെ ഷേപ്പും കാണില്ല. ഈ കുട്ടി എന്താണ്, ആണാണോ പെണ്ണാണോ, ഷേപ്പ് കൊണ്ട് ശരീരഭാഗങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അത് ഇൻ്റർസെക്സിലെ ഒരവസ്ഥയാണ്. ഇനി ചിലപ്പോൾ പുറമേ നോക്കിക്കഴിയുമ്പോഴേക്കും ആണുങ്ങളുടെ അതേ ശരീരഭാഗങ്ങളായിരിക്കും. പക്ഷേ വളർന്നു വരുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും പരിശോധനകൾക്കൊക്കെ വിധേയമായി കഴിയുമ്പോഴേക്കും സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ, അതായത് പുറമേ ആണിൻ്റെ ശരീരഭാഗമാണെങ്കിലും അകത്ത് ചിലപ്പോൾ അണ്ടാശയങ്ങളോ ഗർഭാശയമോ ഒക്കെ ശരിയായ രീതിയിലോ അല്ലെങ്കിൽ പൂർണ്ണമായി വികസിക്കാത്ത രീതിയിലോ കാണാം. അല്ലെങ്കിൽ പുറമേ പെൺകുട്ടികളുടെ ശരീരമായിരിക്കും, കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷെ വളർന്നു വരുമ്പോഴേക്കും എന്തെങ്കിലും പരിശോധനകളൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും മനസ്സിലാകുന്നത് പുറമേ സ്ത്രീയുടെ അവയവങ്ങൾ ഉണ്ടെങ്കിലും അകമേ പുരുഷൻ്റെ അവയവങ്ങളായിരിക്കും കാണുക. അവിടെ ചിലപ്പോൾ ഗർഭപാത്രമൊന്നും കാണില്ല, പകരം പുരുഷൻ്റെ അവയവങ്ങളായിരിക്കും ഉള്ളിൽ കാണുക. പുറമേ ഓക്കെ ആയിരിക്കാം, പക്ഷെ ഉള്ളിലായിരിക്കും അങ്ങനെ. അപ്പോൾ ആൺ പെൺ ശരീരഭാഗങ്ങൾ പുറമേയോ അകമയോ ഒക്കെ പല രീതിയിൽ വ്യത്യാസപ്പെട്ട് വരാം എന്നുള്ളതാണ് ഇൻ്റർസെക്സ് എന്നുള്ള അവസ്ഥ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമോസോം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. നോക്കിക്കഴിയുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും ക്രോമോസോം ഇടകലർന്ന് വരാം. സാധാരണ സ്ത്രീകൾക്ക് XX ക്രോമോസോമും പുരുഷന്മാർക്ക് XY എന്നാണ്. പക്ഷേ ഇൻ്റർസെക്സ് വ്യക്തികൾക്ക് XXY എന്നോ അല്ലെങ്കിൽ XYY എന്നോ അല്ലെങ്കിൽ വെറും X ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരാം. എന്തായാലും അത് കുറച്ച് വളർന്നു കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുക. മറ്റ് ശരീരഭാഗങ്ങളുടെ ഒക്കെ വ്യത്യാസമാണെങ്കിൽ നേരത്തെ തിരിച്ചറിയാം. അതേപോലെ തന്നെ ഇൻ്റർസെക്സ് വ്യക്തികളിൽ ഹോർമോൺ ലെവൽ പരിശോധിക്കുമ്പോഴേക്കും ആൺ പെൺ ഹോർമോണുകളും ഇതേപോലെ തന്നെ വ്യത്യസ്തമായ പാറ്റേണിൽ വരാം. ഈ ഒരു അവസ്ഥ ഒരിക്കലും മനസ്സുമായി ബന്ധപ്പെട്ടതല്ല. ജനിക്കുമ്പോൾ തന്നെ അത് സ്വാഭാവികമായി അങ്ങനെ ആയി പോകുന്നതാണ്. ഇത് ജനനത്തിൽ കിട്ടുന്ന നോർമൽ സവിശേഷതയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒന്നും വരുന്നതല്ല.